മൈക്കിൾ ജാക്സന്റെ ബയോപിക് മൂവിയായ മൈക്കിൾ തിയേറ്ററിൽ പോയി കണ്ടു. മൈക്കിൾ ജാക്സൺ ഫാൻസിനും വെസ്റ്റേൺ മ്യൂസിക് ലവേഴ്സിനും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഈ സിനിമ. നമ്മളിങ്ങനെ സിനിമ കണ്ട് രോമാഞ്ചിഫിക്കേഷന്റെ കൊടുമുടിയിലെത്തുമ്പോൾ സിനിമ തീർന്നു പോകും. അതുമാത്രമാണ് ഇതിലൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ സിനിമ മൈക്കിൾ ജാക്സന്റെ മുഴുവൻ കഥയും പറയുന്നില്ല. മൈക്കിൾ ജാക്സന്റെ കുട്ടിക്കാലം മുതൽ പുള്ളി ഒരു സൂപ്പർ സ്റ്റാർ ആവുന്നത് വരെയുള്ളൊരു സ്റ്റോറിയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല. മൈക്കിൾ ജാക്സന്റെ കുട്ടിക്കാലം മുതലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളിയുടെ ഫാമിലി കാണിക്കുന്നുണ്ട്. അവർ 5 മക്കൾ. മൈക്കിൾ ജാക്സന്റെ അച്ഛൻ ജാക്സൺ ആണ് ഇവരെ മ്യൂസിക്കിലേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് ജാക്സൺ 5 എന്നൊരു ട്രൂപ്പ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അവരൊരു തുടക്കമായിട്ട് കാണിക്കുന്നത്. പിന്നെ അതിൽ നിന്നും മൈക്കിൾ ജാക്സൺ വളർന്ന് സ്വന്തമായിട്ട് സോളോ മ്യൂസിക് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ നല്ല രസമായിട്ടാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. 2 മണിക്കൂറാണ് സിനിമ ഉള്ളത്. പക്ഷെ നമ്മളിങ്ങനെ ലയിച്ചിരുന്ന് കണ്ടുപോകും സിനിമ. മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിൽ നടന്ന ഓരോരോ സംഭവങ്ങൾ നല്ല രസമായിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ മ്യൂസിക് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. ആ സൗണ്ട് ക്വാളിറ്റിയൊക്കെ നല്ല രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ സോങ് വീഡിയോസ് ഒക്കെ ഇവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു തിയേറ്ററിൽ. പിന്നെ എടുത്തു പറയേണ്ടത് പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസുകളാണ് ഈ സിനിമയിലുള്ളത്. മൈക്കിൾ ജാക്സനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നെഫ്യൂ ആയ ജഫാർ ജാക്സൺ ആണ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പുള്ളി അടിമുടി മൈക്കിൾ ജാക്സൺ. നമ്മൾ പുള്ളിനെ കാണുമ്പോൾ മൈക്കിൾ ജാക്സൺ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. ആ ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കിടിലനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ് മൈക്കിൾ ജാക്സന്റെ അച്ഛന്റെ കഥാപാത്രം ചെയ്ത ആക്ടർ കോൾമാൻ ഡൊമിംഗോ എന്നാണ് പുള്ളിയുടെ പേര്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. മൈക്കിൾ ജാക്സനും ഫാദറും തമ്മിലുള്ള കുറെ ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഗംഭീരമായിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ആക്ടിങ് കൂടി വന്നു കഴിയുമ്പോൾ നല്ല രസമാണ് തിയേറ്ററിൽ കണ്ടിരിക്കാനായിട്ട്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ കുട്ടിക്കാലം ചെയ്ത പയ്യനും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ശരിക്കും ഇമോഷണലി കണക്ഷൻ കിട്ടും. ആ ചെറുപ്പകാലം മുതൽ പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി അനുഭവിച്ച കാര്യങ്ങളൊക്കെ വരുമ്പോൾ നന്നായിട്ട് ഇമോഷണലി കണക്ഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഡയറക്ടർ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിമിഷം പോലും ബോറടിക്കില്ല ഈ സിനിമ കാണുമ്പോൾ. ഒരുപാട് ഗൂസ്ബം മൂമെന്റ്സ് കിട്ടുന്ന സീൻസ് ഒക്കെ ഉണ്ട് സിനിമയിൽ. കിടിലനായിട്ട് തന്നെ അതൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൈക്കിൾ ജാക്സന്റെ ഒരു ലൈഫ് സ്റ്റോറി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പകുതി വരെയാണ് ഇവർ സിനിമയിൽ കാണിക്കുന്നത്. ബാക്കി അവർ കാണിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ശരിക്കും പുള്ളി ഒരു സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം പുള്ളിയുടെ ലൈഫിൽ ഒരുപാട് ഡൗൺഫോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ പ്രസന്റ് ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിലേക്കൊന്നും സിനിമ കടക്കുന്നില്ല എന്നുള്ളതാണ് സിനിമയിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു മൈക്കിൾ ജാക്സൺ ഫാൻ ആണെങ്കിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ് മൈക്കിൾ. ഒരു അടിപൊളി തിയേറ്ററിൽ നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ അത് ഓർത്ത് വാച്ചായിരിക്കും. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കാം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.